എഫക്റ്റ് ഓഫ് ലൈറ്റ് ഓൺ ബയോട്ടിക് സിസ്റ്റം. എബയോട്ടിക് ഫാക്ടറായിട്ടുള്ള ലൈറ്റ് ബയോട്ടിക് സിസ്റ്റത്തിൽ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ആണ് ചെലുത്തുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ലൈറ്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡായിട്ടൊരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു അക്വാട്ടിക് എൻവയോൺമെൻറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ കണ്ടു. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റ് എങ്ങനെയാണ് ഓർഗാനിസത്തിൻ്റെ ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ഫോട്ടോ പീരിയോഡിസം. ഫോട്ടോ പീരിയോഡിസത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ ബിഹേവിയർ റെസ്പോൺസ് എങ്ങനെ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഡേ ലൈറ്റിൻ്റെ ലെങ്തിനനുസരിച്ച് വേരി ചെയ്യും എന്നുള്ളതാണ് ഫോട്ടോ പീരിയോഡിസത്തിൽ പറയുന്നത്. ദ ഫങ്ഷണൽ ഓർ ബിഹേവിയറൽ റെസ്പോൺസ് ഓഫ് ആൻ ഓർഗാനിസം ടു ദ ലെങ്ത് ഓഫ് ദ ഡേ ലൈറ്റ്. ഒരു ഓർഗാനിസത്തിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയർ അതെങ്ങനെ ഡേ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, അതാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. ഫോട്ടോ പീരിയോഡിസം എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് പ്ലാന്റ്സിലാണ് ഡിസ്കവർ ചെയ്തത്. ഒത്തിരിയേറെ ആനിമൽസും ഫോട്ടോ പീരിയോഡിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഫോട്ടോ പീരീഡ് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ലൈറ്റ് വിത്തിൻ എ പീരീഡ്. ഫോട്ടോ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ് വിത്തിൻ എ പീരീഡ്. ഒരു പീരീഡിൽ എത്രത്തോളം ലൈറ്റ് ഇൻറ്റൻസിറ്റി ഉണ്ട് അതിനെയാണ് നമ്മൾ ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്. ദെൻ എഫക്റ്റ് ഓഫ് ഫോട്ടോ പീരിയോഡിസം ഓൺ ആനിമൽസ്. ആനിമൽസിൽ ഫോട്ടോ പീരിയോഡിസത്തിന് എന്തൊക്കെ മേജർ ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത്? തീർച്ചയായിട്ടും അതിൻ്റെ റീപ്രൊഡക്റ്റീവ്, അതിൻ്റെ ഗ്രോത്ത്, അതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചില ഓർഗാനിസത്തിൽ മെറ്റമോർഫോസിസത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മൈഗ്രേറ്ററി ബിഹേവിയർ ഉള്ള ഓർഗാനിസത്തിൽ മൈഗ്രേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫോട്ടോ പീരിയോഡിസം ആണ്. അതായത് ഡേ ലൈറ്റിൻ്റെ ലെങ്ത് അവരുടെ മൈഗ്രേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിലും ഓരോ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ആയിരിക്കും ഫോട്ടോ പീരിയോഡിസം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ജനറലായിട്ട് പറഞ്ഞാൽ ഗൊണാഡിയൽ ആക്ടിവിറ്റി, റീപ്രൊഡക്റ്റീവ് സൈക്കിൾ, മെറ്റമോർഫോസിസ്, മൈഗ്രേഷൻ ആൻഡ് അതർ ലൈഫ് പ്രോസസ്സസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫോട്ടോ പീരിയോഡിസം. In most animals, photoperiodic responses may be diurnal, lunar or annual. നമുക്ക് 3 തരത്തിലുള്ള ഫോട്ടോപീരിയോഡിക് റെസ്പോൺസസ് ആണുള്ളത്: ഡയേണൽ, ലൂണാർ ആൻഡ് ആനുവൽ. ഡയേണൽ എന്ന് പറയുമ്പോൾ അറിയാം ഡേ ലൈറ്റ് ആണല്ലേ. നമ്മൾ ഡയേണൽ എന്ന് പറയുമ്പോൾ പകൽ സമയത്തെ ആ ഒരു ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡയേണൽ പീരിയോഡിസിറ്റി എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സിർക്കേഡിയൻ റിതം ഇൻ റിലേഷൻ ടു ദ ഡേ ലൈറ്റ് ലെങ്ത്. അപ്പോൾ ഡേ ലൈറ്റ് ലെങ്തിന് അനുസരിച്ചാണ് ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് പ്രോസസ്സ് കിടക്കുന്നതെങ്കിൽ നമുക്കവയെ ഡയേണൽ പീരിയോഡിസിറ്റി എന്ന് പറയാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ മൈക്രോഫിലേറിയ എന്ന് പറയുന്ന ഒരു പാരസൈറ്റിൻ്റെ വേം, ഫിലേറിയൽ വേം, അതിനെ റിലീസ് ചെയ്യുന്നത് ഡേ ടൈമിലാണ്. എന്തുകൊണ്ടാണ് അതിനെ ഡേ ടൈമിൽ റിലീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെക്റ്റർ ആയിട്ടുള്ള ക്രൈസോഫസ് അത് ഡേ ടൈമിലാണ് ബൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡേ ടൈമിൽ ബൈറ്റ് ചെയ്യുന്ന ആ വെക്റ്ററിലേക്ക് ഈ ഫിലേറിയൽ വേം പാസ് ചെയ്യപ്പെടേണ്ടതുകൊണ്ട് ഹോസ്റ്റിൻ്റെ പെരിഫറൽ ബ്ലഡിലേക്ക് ഡേ ടൈമിലായിരിക്കും ഫിലേറിയൽ വേമിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡയേണൽ പീരിയോഡിസിറ്റിക്ക് എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡേ ടൈമിനാണ് അവിടെ ഇൻഫ്ലുവൻസ് ഉള്ളത്. ഇനി ലൂണാർ പീരിയോഡിസിറ്റി എന്ന് പറയുമ്പം ഇറ്റ് ഇൻവോൾവ് ദ റിതമിക്കൽ റെപ്പിറ്റീഷൻ ഓഫ് എ ലൈഫ് പ്രോസസ് വൺസ് ഓർ ടോയ്സ് ഇൻ എവരി ലൂണാർ മന്ത്. ഓരോ ലൂണാർ മന്തിലും 1 or 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലൂണാർ പീരിയോഡിസിറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ആനുവൽ പീരിയോഡിസിറ്റി ഓർ സർക്കാനുവൽ സൈക്കിൾ ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ലിവിങ് ക്രീച്ചേഴ്സ് ഓവർ എ പീരീഡ് ഓഫ് 1 year. അപ്പോൾ ഓരോ വർഷം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന, വർഷത്തിൽ ഒരു വട്ടം മാത്രം റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആനുവൽ പീരിയോഡിസിറ്റി പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എർത്തിൻ്റെ റെവല്യൂഷൻ അനുസരിച്ചായിരിക്കും ആ ഒരു പ്രോസസ്സ് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അപ്പം ബേഡ്സിൻ്റെ മൈഗ്രേഷൻ നമുക്കറിയാം വൺസ് ഇൻ എവരി ഇയർ ആയിരിക്കും ബേഡ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതൊരു ആനുവൽ പീരിയോഡിസിറ്റി അല്ലെങ്കിൽ സർക്കാനുവൽ സൈക്കിളിൻ്റെ എക്സാമ്പിളാണ് മൈഗ്രേഷൻ ഓഫ് ബേഡ്സ്. അപ്പം ഫോട്ടോ പീരിയോഡിസിറ്റി നമുക്ക് ഡയേണൽ പീരിയോഡിസിറ്റി എന്നും ലൂണാർ പീരിയോഡിസിറ്റി എന്നും ആനുവൽ പീരിയോഡിസിറ്റി എന്നും പറഞ്ഞ് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡയേണൽ ആണെങ്കിൽ ഡേ ലൈറ്റിൻ്റെ ലെങ്ത്, ലൂണാർ ആണെങ്കിൽ twice in month, then annual ആണെങ്കിൽ once in a year. Next is effect of light on life.
ലൈഫിൽ മറ്റേതൊക്കെ പ്രോസസ്സാണ്, നമ്മൾ ഫോട്ടോ പീരിയോഡിസം മാത്രമേ കണ്ടുള്ളൂ, മറ്റേതൊക്കെ ലൈഫ് പ്രോസസ്സിനെയാണ് ഈ ലൈറ്റ് കൊണ്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. അത് മെറ്റബോളിസമാണ്. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹാവിങ് എ ഹീറ്റിംഗ് എഫക്റ്റ് അല്ലേ. ലൈറ്റിനൊരു ചൂടുണ്ട്. അപ്പോൾ ആ ചൂടെന്ന് പറയുന്നത് ടെമ്പറേച്ചറിൽ നമ്മുടെ ഇൻഫ്ലുവൻസ് പറഞ്ഞ അതേ പോയിൻ്റാണ് നമ്മൾ പറയുന്നത്. അത് ടെമ്പറേച്ചർ ലൈറ്റ് കൊണ്ടുണ്ടാവുന്ന ആ ചൂട് കൊണ്ട് നമുക്കൊരു ആക്സിലറേറ്റഡ് മെറ്റബോളിസം ഫീൽ ചെയ്യുന്നു, മെറ്റബോളിസം കൂടുന്നു. അത് മെറ്റബോളിസം കൂടാനുള്ള കാരണം ഈ ചൂട് കൊണ്ട് എൻസൈമിൻ്റെ ആക്ടിവിറ്റി, നമ്മൾ പറഞ്ഞായിരുന്നു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം അതുപോലെ തന്നെ റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ തന്നെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ കൂടും. അങ്ങനെ കൂടുന്നത് കൊണ്ട് തന്നെ ആ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഓവറോൾ മെറ്റബോളിസം വളരെ ഫാസ്റ്ററായിട്ട് നടക്കുന്നു. പിന്നെ പ്ലാന്റ്സിലും ഒത്തിരിയേറെ ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഫോട്ടോ ഓക്സിഡേഷൻ റിയാക്ഷനൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലോറോഫിൽ ബിയറിംഗ് പ്രോട്ടിസ്റ്റുകളിലും പ്ലാന്റ്സിലും റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അപ്പം ലൈറ്റ് കൂടിക്കഴിഞ്ഞാൽ, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് ഫാസ്റ്ററായിട്ട് നടക്കുന്നു. അതുപോലെ കേവ് ഡെല്ലിങ് ആനിമൽസിൽ ഈ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മെറ്റബോളിസം വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പം ലൈറ്റിന് ഡയറക്റ്റായിട്ട് മെറ്റബോളിസത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് കാണിക്കാൻ നല്ലൊരു എക്സാമ്പിളാണ് കേവ് ഡെല്ലിങ് ആനിമൽസ്. അപ്പോൾ ഗുഹയ്ക്കകത്തിൽ ലൈറ്റ് കടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജീവിക്കുന്ന ആനിമൽസിൻ്റെ മെറ്റബോളിസം വളരെ സ്ലോ റേറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ ഇൻഫ്ലുവൻസ് മെറ്റബോളിസത്തിൽ നന്നായിട്ടുണ്ട്. അതിന് കാരണം ലൈറ്റിൻ്റെ ആ ഒരു ഹീറ്റിംഗ് എഫക്റ്റാണ്. ലൈറ്റിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് മൂലം തന്നെ എൻസൈം ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതുമൂലം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, റെസ്പിറേഷൻ പോലെയുള്ള ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസും ഫോട്ടോ ഓക്സിഡേഷൻ റിയാക്ഷൻസും ഒക്കെ നടക്കുന്നു. കേവ് ആനിമൽസിൽ സ്ലോ മെറ്റബോളിക് റേറ്റ് ആണ്, കാരണം അവിടെ ലൈറ്റിൻ്റെ പ്രസൻസ് വളരെ കുറവാണ്. നെക്സ്റ്റ് ഈസ് എഫക്റ്റ് ഓഫ് ലൈറ്റ് ഓൺ റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. Light is an important factor that initiate breeding activities of many animals. മിക്ക ആനിമൽസിനും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗൊണാഡിയൽ ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ മിക്ക ആനിമൽസിലും ലൈറ്റ് ഒരു നല്ല ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ബ്രീഡിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ ബ്രീഡിംഗ് ആക്ടിവിറ്റീസ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട്. There exists a definite relationship between the length of the day and egg laying in birds. ബേഡ്സിൽ ഡേ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ മുട്ടയിടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഡേ ലെങ്തും എഗ് ലേയിങ് ആയിട്ടും ബന്ധമുണ്ട് മിക്ക ബേഡ്സിലും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ സം ബേഡ്സ് ഗൊണാഡ്സ് ബിക്കം ആക്റ്റീവ് വിത്ത് ദ ഇൻക്രീസ്ഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഡ്യൂറിങ് സമ്മർ സീസണിൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഗൊണാഡ്സ് കൂടുതൽ ആക്റ്റീവായിട്ട് ബേഡ്സിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ചില ആനിമൽസ് ഷോർട്ട് ഡേ പ്രോഗ്രാംഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഡേ ലെങ്ത് വളരെ കുറവ് മതി, അതായിരിക്കും അവരുടെ ലൈഫ് ആക്ടിവിറ്റീസ് നന്നായിട്ട് നടക്കാൻ നല്ലത്. എന്നാൽ ചിലത് ലോങ് ഡേ അഡാപ്റ്റഡ് ആയിരിക്കും, അവർക്ക് ഡയേണൽ ടൈം കൂടുതൽ വേണ്ടി വരും. എന്നാൽ ചില ഓർഗാനിസത്തിന് ഇതൊന്നും തന്നെ ബാധിക്കത്തില്ല. എന്ന് വെച്ചാൽ അവർക്ക് ലൈറ്റ് ഇൻറ്റൻസിറ്റി അവരുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. ബേർഡ്സ് ആൻഡ് മാമൽസ് വിച്ച് ബ്രീഡ് ഇൻ സ്പ്രിംഗ് ബിക്കം സെക്ഷുവലി ആക്റ്റീവ് വിത്ത് ദ ലെങ്തനിങ് ഓഫ് ദ ഡേ. അപ്പോൾ സ്പ്രിങ്ങിൽ ബ്രീഡ് ചെയ്യുന്ന മാമൽസിലും ബേർഡ്സിലും ഒക്കെ അവർ കൂടുതൽ സെക്ഷുവലി ആക്റ്റീവ് ആകും ഡയേണൽ ലെങ്ത് കൂടിയാലും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ടർക്കി. അപ്പം റീപ്രൊഡക്ഷനിലും ഡെവലപ്മെൻറ്റിലും ഒക്കെ ലൈറ്റിന് മിക്ക ഓർഗാനിസത്തിലും ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ അതതിൻ്റെ ഗൊണാഡിയൽ ആക്ടിവിറ്റിയെ അതുപോലെ തന്നെ എഗ് ലേയിങ് ഹാബിറ്റിനെയൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ഓർഗാനിസത്തിന് ഡയേണൽ ലെങ്ത് കുറച്ച് മതി, ചിലതിന് കൂടുതൽ വേണം, ചിലവർക്ക് യാതൊരു ഇൻഫ്ലുവൻസും ഈ ലൈറ്റ് ഇൻറ്റൻസിറ്റീവായിട്ട് ഇല്ല. നെക്സ്റ്റ് ഈസ് എഫക്റ്റ് ഓൺ ഐസ്. ലൈറ്റിന് ഐസിൽ എന്താണ് എഫക്റ്റ്? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അവൈലബിൾ ഇൻ ദ എൻവയോൺമെൻറ്റ് അഫക്ട്സ് ദ ഡിഗ്രി ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഐസ് ഇൻ ആനിമൽസ്. അപ്പം ചുറ്റുപാടുമുള്ള ലൈറ്റിനെ ആശ്രയിച്ചായിരിക്കും ഓർഗാനിസത്തിൻ്റെ ഐയുടെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്ന കേവ് ഡെല്ലിങ് ആനിമൽസിലും അതുപോലെ ബെറോയിങ് ആനിമൽസിലും അതുപോലെ ഡീപ് സീ ഫിഷസിലും ഒക്കെ ഐസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആബ്സെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ റുഡിമെൻ്ററി ആയിരിക്കും. കാരണം കേവിലും ബെറോയിങ് ആനിമൽസിലും അതുപോലെ തന്നെ ഡീപ്പ് സീയിലും ഒക്കെ തന്നെ
ലൈറ്റ് എത്തിപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കണ്ണുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കണ്ണൊന്നുകിൽ ആബ്സെൻ്റ് ആയിരിക്കും, ഉണ്ടെങ്കിൽ തന്നെ അത് റുഡിമെൻ്ററി ആയിരിക്കും. കണ്ണിൻ്റെ ഒരു എന്താണ് പാട് പോലെ കാണത്തുള്ളൂ. ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള നെർവ്സോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഡെവലപ്മെൻറ്റ്സ് ഒന്നും കാണത്തില്ല. അതുപോലെ ഓഷനിൽ പിന്നെ as the depth increases there is a progressive increase in the size of the eye due to the absence of a light. അപ്പം ഒരു ഫോട്ടിക് സോണിൽ നിന്നും ഒരു എഫോട്ടിക് സോണിലേക്ക് പോകുമ്പോഴത്തേക്കിന് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ അവിടെ താഴത്തെ തട്ടിൽ, അതായത് ഏറ്റവും ബോട്ടത്തിലുള്ള എഫോട്ടിക് സോണിൽ ടോപ്പ് ലെയേഴ്സിലൊക്കെ ജീവിക്കുന്ന ഓർഗാനിസത്തിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യേണ്ടതുണ്ട്. അവരുടെ കണ്ണ് വളരെ വലിയ സൈസിലായിരിക്കും. എന്നാൽ ഏറ്റവും താഴത്തെ തട്ടിൽ ഒട്ടും ലൈറ്റ് അല്ലാത്തതുകൊണ്ട് അവിടെ ലൈറ്റ് എങ്ങനെയായിരിക്കും, കുറവാണ്. അതുകൊണ്ട് തന്നെ ഐസിൻ്റെ ഡെവലപ്മെൻറ്റ് തീരെ കാണത്തില്ല, ഐസ് ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഐയുടെ ഡെവലപ്മെൻറ്റ് ഓരോ ഓർഗാനിസത്തിനും ഇങ്ങനെയായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ലൈറ്റ് കൂടുതലുള്ളിടത്ത് ഉള്ളവരുടെ ഐയുടെ കപ്പാസിറ്റി ആയിരിക്കത്തില്ല, കുറവുള്ളിടത്ത് ജീവിക്കുന്ന ഓർഗാനിസത്തിൻ്റെ ഐയുടെ സൈസ്. അതുപോലെ തന്നെ ഒട്ടും ഇല്ലാത്തടത്ത് ഐ എന്ന് പറയുന്നൊരു ഫീച്ചർ കാണത്തേയില്ല. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിന് ഐയുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഐയുടെ ആ ഒരു പ്രസൻസുമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം ഡെപ്ത് കൂടിയാൽ അല്ലെങ്കിൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി ആബ്സെൻ്റ് ആണെങ്കിൽ അവിടെ ഐസ് കാണത്തില്ല. എന്നാൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറഞ്ഞെടുത്ത് ഐസ് വളരെ വലുതായിരിക്കും. ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടിയെടുത്ത് നോർമൽ സൈസിലുള്ള ഐസായിരിക്കും ഉള്ളത്. Next is pigmentation. Light energy initiates some chemical changes which result in the formation of pigments. അപ്പം ലൈറ്റിൻ്റെ പ്രസൻസ് കൊണ്ട് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ട് പിഗ്മെൻസിൻ്റെ ഫോർമേഷന് കാരണമാകും. അപ്പോൾ പിഗ്മെൻറ്റ്സ് ഫോം ചെയ്യാനുള്ള ചില കെമിക്കൽ റിയാക്ഷൻസിനെ ലൈറ്റ് ഇൻറ്റൻസിഫൈ ചെയ്യുന്നത് കൊണ്ട് പിഗ്മെൻറ്റേഷൻ ലൈറ്റ് ഉള്ളിടത്ത് കാണപ്പെടുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് കേവ് ആനിമൽസിൽ ഒട്ടും തന്നെ പിഗ്മെൻറ്റ്സ് കാണപ്പെടത്തില്ല. അപ്പം അവിടെ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു കേവ് ആനിമൽ, ബ്ലൈൻഡ് ഒരു ആംഫീബിയൻ, അതുപോലെ ഡീപ് സീ ഫിഷസ്, അവർക്കൊന്നും കളറ് വളരെ കുറവായിരിക്കും. പക്ഷെ അവയെ നമ്മൾ ഒരു നോർമൽ ലൈറ്റ് ഉള്ള ഒരു റീജിയനിലേക്ക് എക്സ്പോസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അവർ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ടല്ല, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവർക്ക് പിഗ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. നോർമൽ ഡേ ലൈറ്റിലേക്ക് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡീപ്പ് സീയിലിരിക്കുന്ന അല്ലെങ്കിൽ കേവിലിരിക്കുന്ന ഒട്ടും കളറില്ലാത്ത പിഗ്മെൻറ്റേഷൻ ആബ്സെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ പിഗ്മെൻറ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം പിഗ്മെൻറ്റേഷന് ലൈറ്റുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ് അതിൽ നിന്നും തെളിയുന്നത്. അപ്പം ലൈറ്റ് റിച്ച് ആയിട്ടുള്ള റീജിയനിലുള്ള ഓർഗാനിസത്തിന് വേരിയിങ് കളേഴ്സ് കാണും, പല നിറത്തിലായിരിക്കും അവർ ഇരിക്കുന്നത്. അതേസമയം ലൈറ്റ് ഒട്ടും ചെല്ലാത്ത ഇടങ്ങളിലെ ഓർഗാനിസത്തിന് അങ്ങനെയുള്ള പിഗ്മെൻറ്റേഷനൊന്നും കാണത്തില്ല. അവ ലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്ത് വരുമ്പോൾ അവിടെ കെമിക്കൽ ചേഞ്ച് നടന്നിട്ട് പിഗ്മെൻറ്റ്സ് ഫോം ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ ഹാസ് എ ഇൻഫ്ലുവൻസ് ഓൺ ദി ലൈറ്റ് ഇൻറ്റൻസിറ്റി, or light intensity influences the formation of pigments in living organisms. കാമോഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് അല്ലെങ്കിൽ സറൗണ്ടിങ്ങിനനുസരിച്ച് ഓർഗാനിസംസ് അവരുടെ കളറ് ചേഞ്ച് ചെയ്യുന്നു. ആ ഒരു എബിലിറ്റിയാണ് കാമോഫ്ലാഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാമോഫ്ലാഗിങ് എബിലിറ്റി കാണിക്കുന്ന കുറച്ച് ഇൻസെക്റ്റുകളുടെ പിക്ചേഴ്സാണ്. ഇൻസെക്റ്റും ഒരു ഫിഷും ഉണ്ട്, അതിൻ്റെ പിക്ചേഴ്സാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം കാണിച്ചേക്കുന്നത് ലീഫ് ഇൻസെക്റ്റ് ആയിട്ടുള്ള ഫില്ലിയമാണ്. അതിൻ്റെ ഒരു സറൗണ്ടിങ്സിലുള്ള ലീഫിൻ്റെ ഒരു അപ്പിയറൻസിലായിരിക്കും ഈ ഒരു ഇൻസെക്റ്റ് എപ്പോഴും കാണപ്പെടുന്നത്. രണ്ടാമത് കാണിച്ചേക്കുന്ന ബട്ടർഫ്ലൈ ആണ്, കാലിമ പരാലക്റ്റ. അതെപ്പോഴും അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ഏതെങ്കിലും ചെടിയുടെ ഉണങ്ങിയ ഇലയുടെ ഒരു അപ്പിയറൻസിലായിരിക്കും കാണപ്പെടുന്നത്. ലാസ്റ്റ് കാണിച്ചേക്കുന്ന ഒരു ഹിപ്പോക്യാമ്പസ് ഫിഷാണ്, ഓസ്ട്രേലിയൻ ഫിഷാണ്, ഫിലോപ്റ്റീറസ്. അതെപ്പോഴും അത് ജീവിക്കുന്ന, അത് കൂടുതലും അക്വാട്ടിക് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ്. അപ്പോൾ ആ പ്ലാന്റ്സിൻ്റെ ഒരു നിറത്തിലായിരിക്കും ആ ഒരു ഫിഷ് കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കളർ ചേഞ്ച് എബിലിറ്റി ഓർഗാനിസമൊക്കെ കാണിക്കുന്നത് ഒരു പ്രൊട്ടക്ഷൻ, എനിമീസിൽ നിന്നുമുള്ള ഒരു പ്രൊട്ടക്ഷനായിട്ടാണ്. അപ്പോൾ ഒരു ഡിഫെൻസീവ് മെക്കാനിസമായിട്ടാണ് ഇവരെപ്പോഴും ഈ ഒരു
കളർ ചേഞ്ച് കാണിക്കുന്നത്. അപ്പോൾ ഈ ജീവികൾ കൂടാണ്ട് പലതരത്തിലുള്ള ക്രസ്റ്റേഷ്യൻ ഇൻസെക്ട്സിനും സെഫാലോപോഡ്സ് നമ്മൾ സെപ്പിയോ ഓക്ടോപ്പസ് ഒക്കെ വരുന്ന ആ ഗ്രൂപ്പ്, അതുപോലെ ഫിഷസിനും ആംഫീബിയൻസിനും റെപ്റ്റൈൽസിനും ഒക്കെ കളർ ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പിന്നെ നമുക്കറിയാം, നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് കമലിയോൺ ലിസാർഡാണ്. അതിന് നന്നായിട്ടുള്ള കളർ ചേഞ്ചിങ് എബിലിറ്റി ഉണ്ട്. സറൗണ്ടിങ്ങിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ കാമോഫ്ലാജിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് അതൊരു പിഗ്മെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മൾ പിഗ്മെൻറ്റേഷൻ പറഞ്ഞായിരുന്നു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചാണ് പിഗ്മെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് കെമിക്കൽ ചേഞ്ചസ് ഫോം ചെയ്യുമ്പോൾ പിഗ്മെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ പിഗ്മെൻറ്റ്സിന് അനുസരിച്ചാണ് ഈ ഓർഗാനിസം സറൗണ്ടിങ്സിലൊക്കെ ഉള്ള അനുസരിച്ച് കളർ മാറുന്നത്. അപ്പോൾ ഈ കാമോഫ്ലാജിങ് എബിലിറ്റി കാണിക്കുന്ന ഓർഗാനിസത്തിലെല്ലാം തന്നെ ലൈറ്റിൻ്റെ ഇൻഫ്ലുവൻസിലാണ് അവർ എബിലിറ്റി കാണിക്കുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു എബിലിറ്റി കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഈസ് ഫോട്ടോടാക്സിസ്. ദ മൂവ്മെൻറ്റ് ഓഫ് ആനിമൽസ് ഇൻ റെസ്പോൺസ് ടു ലൈറ്റ് ഈസ് കോൾഡ് ഫോട്ടോടാക്സിസ്. ആനിമൽസ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രസൻസിനനുസരിച്ച് മൂവ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഫോട്ടോടാക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആനിമൽസ് ലൈറ്റിൻ്റെ സോഴ്സിന് അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവരെ നമ്മൾ പോസിറ്റീവ്ലി ഫോട്ടോടാക്റ്റിക് എന്ന് പറയുന്നത്. വെച്ചാൽ അവർക്ക് ലൈറ്റിനെ ഇഷ്ടമാണ്. അതുകൊണ്ട് ലൈറ്റ് എവിടെ നിന്നാണോ വരുന്നത് ആ സോഴ്സിൻ്റെ അടുക്കലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ പോസിറ്റീവ്ലി ഫോട്ടോടാക്റ്റിക് എന്ന് പറയും. ഇഫ് ആനിമൽ മൂവ് towards the light source, then it is called positively phototactic. Example, euglena. If animals move away from the light source, it is called negatively phototactic. ചില ആനിമൽസ് ലൈറ്റ് സോഴ്സിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകും, അവർക്ക് ലൈറ്റിൻ്റെ പ്രസൻസ് ഇഷ്ടം കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആനിമൽസിനെ നമ്മൾ നെഗറ്റീവ്ലി ഫോട്ടോടാക്റ്റിക് എന്ന് പറയും. എക്സാമ്പിൾ, പ്ലാനേറിയൻസ്. ചില ഓർഗാനിസത്തിൽ ഒരു നിശ്ചിത ഭാഗം മാത്രമേ, ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമേ ലൈറ്റിനനുസൃതമായിട്ട് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മൂവ്മെൻറ്റിനെ നമ്മൾ ഫോട്ടോട്രോപ്പിസം എന്ന് പറയും. അതും പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ഉണ്ട്, നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സിൻ്റെ ഒക്കെ കേസിൽ ഷൂട്ട് പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആയിരിക്കും, റൂട്ട് നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആയിരിക്കും. അപ്പോൾ ലൈറ്റിനനുസരിച്ച് ഷൂട്ട് നീണ്ടു പോകുന്നു, ലൈറ്റിന് എവേ ആയിട്ട് റൂട്ട് പോകുന്നു. അപ്പോൾ അതാണ് ഫോട്ടോടാക്സിസ്. അപ്പോൾ ഫോട്ടോടാക്സിസ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ആൻ ആനിമൽ ഇൻ റെസ്പോൺസ് ടു ലൈറ്റ്. അത് തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്. പിന്നെ ഒരു ഓർഗാനിസത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ലൈറ്റിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്താൽ നമ്മളതിനെ ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നു. അതും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം ഉണ്ട്. അപ്പം നമ്മൾ ലൈറ്റിൻ്റെ ഇൻഫ്ലുവൻസ്, ബയോട്ടിക് എൻവയോൺമെൻറ്റിൽ ലൈറ്റ് ഏതൊക്കെ പ്രോസസ്സിനെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് പഠിച്ചത്. ഓക്കെ, താങ്ക് യു.